കൊച്ചി ചോറ്റാനിക്കരയിൽ പെൺകുട്ടിയെ വീടിനുള്ളിൽ അവശനിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ആൺ സുഹൃത്ത് പിടിയിൽ. പ്രതിക്കെതിരെ ബലാത്സംഗം, കൊലപാതക ശ്രമം എന്നീ വകുപ്പുകൾ ചുമത്തി. പെൺകുട്ടിയുടേത് ആത്മഹത്യാശ്രമമെന്ന് പ്രതി മൊഴി നൽകി. പ്രതി നിരന്തരം വീട്ടിൽ വരാറുണ്ടെന്നും ഇയാളുടെ ഭീഷണിയെ തുടർന്ന് താൻ താമസം മാറ്റിയിരുന്നതായും പെൺകുട്ടിയുടെ അമ്മ പ്രതികരിച്ചു. ഞായറാഴ്ചയാണ് ചോറ്റാനിക്കരയിലെ വീട്ടിൽ പെൺകുട്ടിയെ ഗുരുതര മുറിവുകളോടെ കണ്ടെത്തിയത്. കഴുത്തിൽ ഷോൾ മുറുകി പരിക്കേറ്റ നിലയിലായിരുന്ന കുട്ടിയുടെ കൈയിലും തലയിലും പരിക്കുകളുണ്ടായിരുന്നു. നിലവിൽ പെൺകുട്ടി സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ യുവതിയുടെ ആൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശനിയാഴ്ച രാത്രി ഇയാൾ പെൺകുട്ടിയുടെ വീട്ടിൽ വരുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പെൺകുട്ടിയെ താൻ മർദ്ദിച്ചിരുന്നതായും അതിൽ മനം നൊന്ത് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്നും യുവാവ് പോലീസിൽ മൊഴി നൽകി. ക്രിമിനൽ പശ്ചാത്തലമുള്ള ഇയാളുടെ പേരിൽ പീരുമേട് പോലീസ് സ്റ്റേഷനിൽ കഞ്ചാവ് കേസും തലയോലപ്പറമ്പിൽ 2 ആക്രമണ കേസുകളുമുണ്ട്. ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇയാൾ പെൺകുട്ടിയുമായി സൗഹൃദത്തിലായത്. പ്രതിക്കെതിരെ ബലാത്സംഗം, കൊലപാതക ശ്രമം എന്നീ വകുപ്പുകൾ ചുമത്തി കേസെടുത്തതായി പോലീസ് പറഞ്ഞു. പെൺകുട്ടിക്ക് ദേഹോദരയേറ്റതായിട്ട് വ്യക്തമായിട്ടുണ്ട്. അതിൻ്റെ സാധ്യതകൾ ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ചാലേ പറയാൻ പറ്റും. ബലാത്സംഗ കുറ്റവും കൊലപാതക ശ്രമവുമാണ് ഈ കേസ് പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. തന്റെ എതിർപ്പ് മറികടന്ന് പ്രതി പലപ്പോഴും വീട്ടിൽ വരാറുണ്ടെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നതായും പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു. മിക്കവാറും വീട്ടിൽ വരുമായിരുന്നു. അത് ആദ്യമൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇയാളെ പേടിച്ചിട്ടാണോ അമ്മ വീട് മാറിയത്? വീട് മാറിയത് എനിക്ക് പേടിച്ചിട്ട് തന്നെ. പ്രതിക്കെതിരെ അയൽവാസികളും പോലീസിൽ പരാതിപ്പെട്ടിരുന്നതായി വാർഡ് മെമ്പർ വ്യക്തമാക്കി. നാട്ടുകാർക്ക് പ്രശ്നം എന്ന് വെച്ചാൽ ആ പയ്യൻ നാട്ടുകാർക്ക് വല്ലാത്തൊരു ഉപദ്രവകാരിയായിരുന്നു. നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുക, വഴിയിൽ വണ്ടി വട്ടം വയ്ക്കുക, ചോദ്യം ചെയ്യുന്നവരെല്ലാം ഭീഷണി മുഴക്കുക, ആ ഒരു അവസ്ഥയായിരുന്നു. അതിൽ നാട്ടുകാർ കഴിഞ്ഞ 3-ാം തീയതി 20 കുടുംബങ്ങളടങ്ങുന്ന മാസ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫോറൻസിക് വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി. പെൺകുട്ടി ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. അമൃത ന്യൂസ്, കൊച്ചി.